ഡെഫിനറ്റ്ലി ഫലം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ മന്ത്ലി അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. ഈ മാസം തുടക്കത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാസത്തെ ടാർഗറ്റ് 10% എന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത് അടുത്ത 3 മാസത്തെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് മന്ത്ലി 10% ആണ്. ആ ഒരു 3 മാസം നിങ്ങൾക്ക് 10% കൺസിസ്റ്റന്റ് ആയിട്ട് എടുക്കാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങളൊരു ട്രേഡർ ആവുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതില് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ചോദ്യങ്ങളല്ല, ആക്ച്വലി ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്ന ഫിഗറുകളൊക്കെ ഞാൻ വിശ്വസിക്കുകയാണ്, ഇത് കറക്റ്റ് ആണെന്നുള്ളത് വിശ്വസിക്കുകയാണ്. പറയുന്ന കാര്യങ്ങൾ, ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ പോലെ തന്നെ നിങ്ങളും തിരിച്ച് എന്നോട് എടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വിശ്വസിക്കുകയാണ്. അപ്പോ ഈ മാസത്തെ മന്ത്ലി ബെസ്റ്റ് പെർഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്യുന്ന ആള് ആൽവിനെയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? അവിടെ ഇട്ടതില് ബെസ്റ്റ് പെർഫോമർ എന്ന രീതിയിൽ ഞാൻ സെലക്ട് ചെയ്യുന്ന ആൽവിനാണ്. എന്തുകൊണ്ടായിരിക്കാം? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഒന്ന് പറഞ്ഞോളൂ. എന്തുകൊണ്ടാണ് ഞാൻ ആൽവിനെ സെലക്ട് ചെയ്യുന്നത്? ഇതിൽ പെർസെന്റേജ് ഓഫ് ട്രേഡ് എടുത്ത് കൂടുതൽ ട്രേഡ് എടുത്ത ആളുകളുണ്ട്, കൂടുതൽ ക്യാപിറ്റൽ ഉണ്ടാക്കിയ ആളുകളുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷെ ഞാൻ ആൽവിനെയാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. എനിക്ക് ആൽവിനോട് പ്രത്യേക താല്പര്യം ഉണ്ടായിട്ടല്ല. കാരണം എന്തായിരിക്കാം? കഴിഞ്ഞ 2 ആഴ്ചയും കൺസിസ്റ്റന്റ് ആയിട്ട് 2.5% എന്തിട്ടുണ്ട്, 2.5% എടുത്തിട്ടുണ്ട്. ഒന്ന്, ആൽവിൻ അവിടെ ട്രേഡുകൾ, ബ്രേക്ക് ഈവൺ അല്ലാത്ത ട്രേഡുകൾ ഇട്ടിട്ടുണ്ട്. ലോസ് ട്രേഡ് ഇട്ടിട്ടുണ്ടോ ആൽവിൻ? ലോസ് ട്രേഡ് ഞാൻ ഇട്ടിട്ടില്ല. ഐ തിങ്ക് ലോസ് ട്രേഡ് ഇടണം. അത് ഞാൻ ഇടാത്തതിന്റെ റീസൺസ് ഞാൻ ഫസ്റ്റ് വീക്കില് ഒന്നും ടിപിയും സ്റ്റോപ്പ് ലോസ് ഒന്നും മുട്ടിച്ചിട്ടില്ല. ജസ്റ്റ് ഇറങ്ങിയപ്പോഴേക്കും ക്ലോസ് ചെയ്തു, കയറിയപ്പോഴേക്കും ക്ലോസ് ചെയ്തു. ഇപ്പൊ ഈ വീക്കിലാണ് ഞാൻ പ്രോപ്പർ ആയിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് ഫുൾ ട്രേഡ് കംപ്ലീറ്റ് ആകാനാണ് തോന്നുന്നത്. ആക്ച്വലി ഞാൻ ആൽവിനാണെന്ന് പറഞ്ഞ് നിങ്ങളോട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽവിന്റെ ഒരു പെർഫോമൻസ് ട്രാക്ക് വെച്ചിട്ടാണ്, ഓവറോൾ പെർഫോം ട്രാക്സ് വെച്ചിട്ടാണ് പറഞ്ഞത്. എന്താണ്? ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന, ഡിസിപ്ലിൻ എടുക്കുന്ന ഡിസിഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്ന ഡിസിഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുള്ള ഒരു കോൺഫിഡന്റോടുകൂടി സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന കാര്യം അതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ വലിയ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു എന്നുള്ള രീതിയിലല്ല ഞാൻ ആൽവിനെ പിക്ക് ചെയ്യുന്നത്. ആൽവിൻ 2 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെയാണ് ആൽവിനെ പിക്ക് ചെയ്തത്. ആൽവിൻ 5.7% എടുത്തിട്ടുണ്ട്. പിന്നെ ഡിസിപ്ലിൻ, ഞാൻ പറഞ്ഞ ഡിസിപ്ലിൻ, കൂടുതൽ കാര്യങ്ങൾ ആക്റ്റീവ് ആണ്, കാര്യങ്ങൾ പഠിക്കാൻ എടുക്കുന്ന ഇന്റൻസിറ്റി ഉണ്ടല്ലോ, ഇന്റൻസിറ്റി അല്ലെങ്കിൽ അതിന് കെയർ, അതുകൊണ്ടൊക്കെയാണ് ഞാൻ ആൽവിനെ പിക്ക് ചെയ്തിരിക്കുന്നത്. എന്നാൽ അതോടൊപ്പം ആൽവിനേക്കാളും നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത ആളുകളുണ്ട്. ഞാൻ അവരെ രണ്ടാമത് എടുക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ബെസ്റ്റ് പെർഫോമർ എന്നുള്ള നിലയിലാണ്, ഓവറോൾ പെർഫോമർ എന്നുള്ള നിലയിൽ. വിന്നിംഗ് റേറ്റ് അല്ല ഞാൻ ഇവിടെ കൂട്ടുന്നത്. വിന്നിംഗ് റേറ്റ് ഒരു ഘടകം മാത്രമാണ്. ബെസ്റ്റ് പെർഫോമർ എന്ന നിലയിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത് എന്താണ്, ബെസ്റ്റ് പെർഫോമർ എന്ന നിലയിൽ ആൽവിനെ സെലക്ട് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. ചെയ്തിരിക്കുന്ന ടോട്ടൽ ഗെയിൻ ഓർ ലോസ് പെർസെന്റേജ് ഓഫ് ക്യാപിറ്റൽ പ്ലസ് 5.7% ആണ്. എന്ന് വെച്ചാൽ ആൽവിനെ സംബന്ധിച്ചിടത്തോളം ആൽവിൻ 2 ആഴ്ചയായിട്ടുള്ള ട്രേഡ് എടുത്ത് തുടങ്ങിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ 2 ആഴ്ചയിൽ വീക്കിലി 2.5% ആണെങ്കിൽ 2 ആഴ്ച കൊണ്ട് എടുക്കേണ്ട ട്രേഡിലൂടെ ആൽവിൻ അത് മീറ്റ് ചെയ്തിട്ടുണ്ട്. 1 മാസം ആയിട്ടില്ല. നമുക്ക് ഇനി അടുത്ത ആളിലേക്ക് പോവാം കേട്ടോ. ഞാൻ നിങ്ങളോട് വിഷമം വരാനോ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവാനോ അല്ല ഞാൻ പറഞ്ഞു. ഞാൻ ഒരു പെർഫോമർ എന്ന നിലയിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൽവിൻ അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് എടുക്കുന്നത് ഫ്രെഡി പോലോസ് ആണ്. ഫ്രെഡി ഉണ്ടോ അവിടെ? 11 ട്രേഡ് എടുത്തിട്ടുണ്ട് ഫ്രെഡി. അതിൽ എത്ര ലോസ് വന്നിട്ടുണ്ട്, എത്ര വിന്നിങ് ചെയ്തിട്ടുണ്ട്? 4 എണ്ണാണ്. ടോട്ടൽ ലോസ് ട്രേഡ് എന്ന് പറഞ്ഞാൽ 5 എണ്ണാണ്. ബ്രേക്ക് ഈവൺ 2 എണ്ണാണ്. അതില് അപ്പോഴും വിന്നിംഗ് റേറ്റ് എന്ന് പറയുന്നത് 36% ഉള്ളൂ. പക്ഷെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 9.8% കാണിക്കുന്നുണ്ട്. ഇതെല്ലാം 0.01 എടുത്തിരുന്നത്. 0.01 എടുത്ത് 11 ട്രേഡ് എടുത്തിട്ടുണ്ട്. 36% നമ്മുടെ സ്ട്രാറ്റജി തന്നെയായിരുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അതിൽ? ഇട്ടില്ല. നമ്മുടെ സ്ട്രാറ്റജിയിൽ തന്നെയായിരുന്നു വന്നിരുന്നത്. നമ്മുടെ സ്ട്രാറ്റജിയിൽ 36% വിന്നിംഗ് റേറ്റ് ഉണ്ടായിട്ട് പോലും എത്രത്തോളം ഉണ്ട്? ക്യാപിറ്റലിന്റെ 10% അടുത്ത്, ക്ലോസിലി 10% അടുത്ത് 1 വീക്കിന്റെ ഉള്ളിൽ എന്തായിട്ടുണ്ട്? ട്രേഡ് എടുത്ത്, ഞാൻ ബെസ്റ്റ് പെർഫോമർ എന്ന് ചൂസ് ചെയ്തിരുന്നില്ല, ഇത് ഞാൻ ബെസ്റ്റ് ട്രേഡ് എടുത്ത് 1 വീക്കിന്റെ ഉള്ളിൽ ട്രേഡ് എടുത്ത് മോശമില്ലാത്ത ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ഉണ്ട്. പ്രത്യേകിച്ചും ഫ്രെഡി എന്ന് പറയുന്നത് 2 വീക്സ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട്, അല്ലെ? 2 വീക്സ് ആയിട്ടുള്ളൂ. 2 വീക്സ് ആയിട്ടുള്ളൂ. അപ്പോ എടുത്തിട്ടുണ്ട് ഫ്രെഡി. ഇതുപോലെ കീപ് ഇറ്റ് അപ്പ്. ഇപ്പോ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിന്നിംഗ് ട്രേഡിനേക്കാൾ കൂടുതലാണ് ലോസ് ട്രേഡ്. 4 വിന്നിംഗ് ട്രേഡ് കിട്ടിയിട്ടുണ്ട്, 5 ലോസ് ട്രേഡ് ആണ് കിട്ടിയിരിക്കുന്നത്. എന്നിട്ടും 36% കിട്ടിയിട്ടുള്ളൂ. വിന്നിംഗ് ട്രേഡ് എന്ന് പറഞ്ഞാൽ വിന്നിംഗ് പെർസെന്റേജ് 36 ഉള്ളൂ. എന്നിട്ടും പ്ലസ് 9.87 ഓവറോൾ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ട്രേഡുകൾ എനിക്ക് തോന്നുന്നു ഫ്രെഡി എന്തെങ്കിലും ഒരു റിസ്ക് റിവാർഡ് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടോ? എന്തായിരുന്നു റിസ്ക് റിവാർഡ് ഉണ്ടായിരുന്നത്?
നമ്മുടെ സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ടുള്ള ഇത് തന്നെയാണ് ഞാൻ വെച്ചിരുന്നത്. എങ്ങനെയാണ് 1:2 എത്രയെന്ന് വെച്ചിരുന്നത്? അതോ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല? ഇല്ല, വലിയ അങ്ങനെ നോക്കിയിട്ടില്ല. അങ്ങനെ നോക്കിയിട്ടില്ല. അപ്പൊ വലിയ ട്രേഡുകൾ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 0.01 വലിയ ട്രേഡുകൾ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വരില്ല. ഇങ്ങനെ അത്രയും വലിയ മിഞ്ഞാന്നും ഓരോ ട്രേഡ് നല്ല വലിയ ട്രേഡ് കിട്ടിയിരുന്നു. അതിൽ സ്റ്റോപ്പ് ലോസും പ്രോഫിറ്റും വലുതായിരുന്നു. പക്ഷെ ഞാനത് ഹോൾഡ് ചെയ്തു. പിന്നെ ഒരെണ്ണം എനിക്ക് ഒരു ചെറിയൊരു ഇത് തോന്നി കഴിഞ്ഞപ്പോ, ഒരു വെസൽ തോന്നി കഴിഞ്ഞപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്തു. അത് ബ്രേക്ക് ഉണ്ടായി. ഓക്കെ, ഫൈൻ. അപ്പോ ഞാൻ ഒന്നുകൂടി പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി പറയുന്നത്. ഞാൻ ഫ്രെഡി പറഞ്ഞത് വിശ്വസിച്ച്, അല്ലെങ്കിൽ ഫ്രെഡി ഇട്ടിരിക്കുന്ന ഡീറ്റെയിൽ വിശ്വസിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്താണ്, വിന്നിംഗ് ട്രേഡിനേക്കാൾ കുറവായിരുന്നു ലോസ് ട്രേഡ് ഉണ്ടായിരുന്നത്. എന്നിട്ടും 36% ഉണ്ടായിട്ട് പോലും ക്യാപിറ്റലിന്റെ 9.8% എന്തുണ്ട് ഗെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ സ്ട്രാറ്റജി മോശമാണ് എന്നുള്ള അഭിപ്രായം ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു പിക്ചർ കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് കൊണ്ട് നിങ്ങൾക്കത് മാറ്റിയെടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റ ആഴ്ചയാണ്, 25-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ട്രേഡിംഗ് മാത്രമാണ്. 11 ട്രേഡിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറെക്കുറെ ഒരുവിധം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു ഇൻസൈറ്റ് കിട്ടാൻ, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു വെളിച്ചം കിട്ടാൻ വേണ്ടി ഉള്ള ഒരു ഫിഗറാണത്, അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ടാണത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം. ഞാൻ അതാ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ നല്ല ട്രേഡ്, നിങ്ങളുടെ എല്ലാ ലോസിനെയും മറികടക്കാൻ വേണ്ടിയിട്ട് നല്ല ട്രേഡുകൾ മാർക്കറ്റ് തരും. ആ ട്രേഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം, നല്ല ട്രേഡുകൾ എടുക്കുക. നിങ്ങൾക്കും ഡെഫിനറ്റ്ലി എന്തുണ്ടാവും, ക്യാപിറ്റൽ ഗെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ബെസ്റ്റ് പെർഫോമർ എന്നുള്ള രീതിയിൽ ഫ്രെഡിനെ നമുക്ക് ചൂസ് ചെയ്യാം. നേരത്തെ നമ്മൾ ഓവറോൾ പെർഫോമർ ആണെങ്കിൽ ബെസ്റ്റ് പെർഫോമർ ഈ മന്തിൽ ഈ ബെസ്റ്റ് പെർഫോമർ എന്ന രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രെഡിനെ ചൂസ് ചെയ്യാം. കാരണം വിത്തിൻ 1 വീക്കിന്റെ ഉള്ളിലാണ് ഇത് മുഴുവൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ അടുത്ത് നോക്കട്ടെ. ഫസൽ റഹ്മാൻ ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഉണ്ട് സാർ. കണക്ക് പഠിക്കണം കേട്ടോ. അത് ഞാൻ 2 ട്രേഡാണ് എടുത്തിരുന്നത്. അതായത് പെർസെന്റേജിലായി മാറിപ്പോയതാ. പെർസെന്റേജിൽ മാറിപ്പോയതൊന്നുമല്ല, അതൊക്കെ നോക്കണം. കണക്ക് ബേസിക് ആയിട്ടുള്ള കണക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് കേട്ടോ. അതെ. അടുത്തത് വൈശാഖൻ ഇവിടെ ഇരിക്കുന്നുണ്ടോ? നമ്മുടെ ബെസ്റ്റ് പെർഫോമർ എന്ന് പറഞ്ഞ് 2ാമത്തെ ആള് വൈശാഖ ഇവിടെ ഇരിക്കുന്നില്ലേ? ഓക്കെ, ഞാന് ഫ്രെഡിയെ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഫ്രെഡി വളരെ ചെറിയൊരു ടൈം ഫ്രെയിമിൽ പിക്ക് ചെയ്തതുകൊണ്ടാണ് ഫ്രെഡിയെ ചൂസ് ചെയ്തത്. മന്തിൽ നോക്കുകയാണെങ്കിൽ ഫ്രെഡിയുടെ ഒപ്പമോ അതിനു മുകളിലോ നിൽക്കുന്ന ഒരാളാണ് വൈശാഖൻ. മന്തിൽ എടുത്തിരിക്കുന്നത് ടോട്ടൽ ട്രേഡ് 19 ട്രേഡാണ്. അതിൽ വിന്നിംഗ് ട്രേഡ് 12ഉം ടോട്ടൽ ലോസ് ട്രേഡും 7ആണ്. അതിന്റെ പെർസെന്റേജ് ഇട്ടിട്ടില്ല കേട്ടോ വൈശാഖൻ. പെർസെന്റേജ് ഇടണം കേട്ടോ. വിന്നിംഗ് ട്രേഡിന്റെ പെർസെന്റേജ് ഇട്ടിട്ടില്ല. ടോട്ടൽ ഗെയിൻ ഓർ ലോസ് പെർസെന്റേജ് ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഈ മന്തിലി വൈശാഖൻ 35%, നമ്മുടെ സ്ട്രാറ്റജി വെച്ച് 35% ഒരു മന്ത് ഗെയിൻ ചെയ്തിട്ടുണ്ട്. 35% ചെറിയൊരു ഫിഗർ ആണോ? 35% ഒരു ചെറിയ ഫിഗർ ആണോ? നമ്മൾ 3 മാസം പറഞ്ഞ കൺസിസ്റ്റന്റ് ആയിട്ട് 10 പറഞ്ഞത്. പക്ഷെ ഈ ആദ്യത്തെ മാസം തന്നെ 35% വൈശാഖന്റെ റിപ്പോർട്ട് പ്രകാരം 35% എന്തായിട്ടുണ്ട്, ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു മന്ത്ലി ഗെയിൻ ആണത്. എനിക്ക് വൈശാഖന്റെ എങ്ങനെയായിരുന്നു അത്, ലോഡ് സൈസ് എങ്ങനെയായിരുന്നു എടുത്തിട്ടുണ്ടത്? 0.02 ആയിരുന്നു, 0.01 ആയിരുന്നു, എങ്ങനെയായിരുന്നു? 0.1 എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഓക്കെ, ഇതെല്ലാം നമ്മുടെ സ്ട്രാറ്റജി തന്നെയായിരുന്നു അല്ലെ? സ്ട്രാറ്റജി തന്നെയായിരുന്നു. അതിൽ കൂടുതലുണ്ട് സാറേ. ഞാനിപ്പോ സ്ട്രാറ്റജി മാത്രമേ ഇട്ടുള്ളൂ. ഓൾറെഡി 50യുടെ മേളിലുണ്ട്. 50യുടെ മുകളിലുണ്ട്. മേലെ ഈ മാസം കഴിച്ചിട്ടില്ലേ? കുഴപ്പമില്ല. നമ്മളിപ്പോ ട്രേഡ് റൂട്ടിന്റെ മാത്രമാണല്ലോ ഇപ്പൊ സംസാരിക്കുന്നത്. ടോട്ടലി നമ്മൾ സംസാരിക്കും, കുറച്ച് കഴിയുമ്പോൾ സംസാരിക്കും. കാരണം ഇത് എന്തുകൊണ്ടാണ് ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി സംസാരിക്കുന്നത് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു കോൺഫിഡന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ അഡീഷണൽ ട്രേഡ് എടുത്തോന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ മാസം തുടങ്ങുന്ന സമയത്ത് അഡീഷണൽ ട്രേഡ് എടുത്തോ, അതൊരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഇടേണ്ടത് ട്രേഡ് റൂട്ട് ബേസ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പലർക്കും കോൺഫിഡന്റ് ലെവൽ ഇപ്പോഴും കുറവാണ്. അതുകൊണ്ടാണ് ഓടിച്ചാടി ട്രേഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവരോട് പറയാൻ വേണ്ടിയിട്ടാണത്. മന്ത്ലി 35% അച്ചീവ് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞത് വീക്കിലി ആയിരുന്നെങ്കിൽ, ഇപ്പൊ നമ്മൾ കാണും വീക്കിലി എന്ന് പറഞ്ഞാൽ ഫ്രെഡിയുടെ വീക്കിലി ആയിരുന്നെങ്കിൽ മന്ത്ലി 35% ആണ്. അടുത്ത ബെസ്റ്റ് പെർഫോമർ വൈശാഖാണ്. 35% ഗെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ കണ്ടിന്യൂ ചെയ്യാം. ഇനി അടുത്ത മാസം 35 കിട്ടിയില്ലെങ്കിലും മനസ്സോ കാര്യങ്ങളോ ഒന്നും വിഷമിച്ചിട്ട് കാര്യങ്ങൾക്കൊന്നും പോണ്ട. കാരണം നമുക്ക് കൺസിസ്റ്റൻസി ആണ് വേണ്ടത്. ഇത്തവണ ഈ മാസം 35 കിട്ടി, അടുത്ത മാസം 35 അല്ലെങ്കിൽ 40 കിട്ടണം എന്നുള്ള ഒരു പടി മുന്നോട്ട് വെക്കൊന്നും വേണ്ട. മാർക്കറ്റ് എപ്പോഴും അങ്ങനെയാണ്. കാരണം എന്താണ്, നമുക്ക് ചിലപ്പോൾ 35 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക, ചിലപ്പോൾ അടുത്ത മാസം ലോസ് ആവും കിട്ടുന്നുണ്ടാവുക. പരമാവധി ലോസിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രേഡുകൾ നന്നായി നോക്കിയെടുക്കുക.
അപ്പോൾ വൈശാഖന് എല്ലാവിധ പറഞ്ഞ അടുത്ത മാസത്തിനും നല്ലൊരു ആശംസകളുണ്ട്. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. അടുത്തൊരു 3 മാസം കഴിയുമ്പോൾ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് നന്നായിട്ട് ഗുണം ചെയ്ത അല്ലെങ്കിൽ നല്ലൊരു ട്രേഡർ ആയെന്ന് എടുത്തു പറയാൻ പറ്റുന്ന ഒരു വ്യക്തി ആവട്ടെ എന്നുള്ള ഇപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്ത് ആശംസിക്കുന്നുണ്ട്. വൈശാഖ് കയറിയോണ്ടോ? താങ്ക് യു സാർ, താങ്ക് യു. പിന്നെ അടുത്ത ആളെ ഞാൻ നോക്കാം. ജിയാസ് ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. അടുത്തൊരു ബെസ്റ്റ് പെർഫോമർ എന്നുള്ള രീതിയിൽ ജിയാസ് ഒന്ന് വന്നിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എന്തായാലും ജിയാസിന്റെ പിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ജിയാസിന്റെ ആണ്. ജിയാസ് എന്ന് വരില്ല എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വന്നിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ജിയാസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചാണ്. ഗ്രൂപ്പിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 5-ാം മാസമാണ് ജിയാസ് കൺസിസ്റ്റന്റ് ആയിട്ട് ട്രേഡ് എടുത്ത് സക്സസ് ആവുന്ന ആളാണ്. 5 മാസമായിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ളതിൽ ആദ്യമായിട്ടുള്ള ട്രേഡർ ആയെന്ന് പറയാനുള്ള ട്രേഡർ ആയെന്ന് രീതിയിൽ നമുക്ക് പറയാൻ പറ്റിയൊരു വ്യക്തിയാണ് ജിയാസ്. ടോട്ടൽ ട്രേഡ് 29 എടുത്തിട്ടുണ്ട്. ടോട്ടൽ വിന്നിംഗ് ട്രേഡ് 14 ടോട്ടൽ ലോസ് ട്രേഡ് നോക്കിയാൽ കാണാം 10. ഒന്നുകൂടി നോക്കുക, ടോട്ടൽ ലോസ് ട്രേഡ് 10. വിന്നിംഗ് പെർസെന്റേജ് ഓഫ് ട്രേഡ് 48 പക്ഷെ ടോട്ടൽ ഗെയിൻ ഓർ ലോസ് പെർസെന്റേജ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ +43% ഒരുപക്ഷെ അങ്ങനെ ഒരു ഫിഗർ കിട്ടണമെങ്കിൽ ഏറെക്കുറെ എത്രയാണ് 15ഓളം ട്രേഡ് ജിയാസിന് മിസ്സായിട്ടുണ്ട്. 14 ട്രേഡിൽ നിന്ന് അത്ര കിട്ടണമെങ്കിൽ ജിയാസ് എടുക്കുന്ന ക്വാണ്ടിറ്റി എന്തായിരിക്കണം? ഡെഫിനറ്റ്ലി 1 ആയിരിക്കില്ല, 0.0 ആയിരിക്കില്ല, അതിന്റെ മുകളിലായിരിക്കും ക്വാണ്ടിറ്റി ഉണ്ടാവും. എന്നാലും അത് എടുത്തിട്ടും ഇങ്ങനെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ കൃത്യമായുള്ള റിസ്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ മണി മാനേജ്മെന്റ് നടക്കുന്നുണ്ടായിരിക്കും. സ്റ്റോപ്പ് ലോസോ കാര്യങ്ങൾ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. വലിയ ക്വാണ്ടിറ്റി എടുത്തിട്ടും അതും ടോട്ടൽ 50% താഴെ ട്രേഡ് കിട്ടിയതിനു ശേഷവും 50% 40% ഉണ്ടാവുള്ളൂ. വിന്നിംഗ് റേറ്റ് 48% ആണ്. വിന്നിംഗ് റേറ്റ് 48% കിട്ടിയിട്ടും +43% ഗെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ക്യാപിറ്റലിൽ 43% ഗെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്തുണ്ട് അവിടെ കൃത്യമായിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് ഉണ്ട്. പിന്നെ കുറച്ച് ധൈര്യം കൂടുതൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്, അഡീഷണൽ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. 0.01 ആയിരിക്കില്ല, അതിന് കൂടുതലായിരിക്കും. എനിക്ക് തോന്നുന്നു ജിയാസിന്റെ ക്യാപിറ്റൽ ഇത്തിരി വലുതാണ്. ജിയാസ് ഇങ്ങനെ പതുക്കെ ബിൽഡ് ചെയ്ത് വന്നിട്ട് കുറച്ച് വലുതാണ്. അതുകൊണ്ടായിരിക്കും ആ റിസ്ക് എടുത്തിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ടാണ് ആ റിസ്ക് എടുത്തതിന്റെ ഒരു ഫലമാണ് എന്ത് കാണുന്നത് +43. പക്ഷെ അറിയാത്ത ആളെ പണിക്ക് പോയിന്റ് എന്തായി +43 ആയിരിക്കില്ല, -43 ആയിരിക്കും. അത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത ബെസ്റ്റ് പെർഫോമർ ആണ്. ഇവരൊക്കെ നമ്മളിപ്പോ ബെസ്റ്റ് പെർഫോമർ എന്നുള്ള ഗണത്തിലാണ്. ഇതിൽ ആര് മികച്ചു, ആര് ഏറ്റവും മികച്ചത്, അതിൽ തന്നെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്പർ ഒന്നും ഇടുന്നില്ല. ഇവര് ബെസ്റ്റ് പെർഫോമേഴ്സ് ആണ്. ഇപ്പൊ വൈശാഖനെ നമ്മൾ സംസാരിച്ചു, ജിയാസിനെ സംസാരിച്ചു, ഇപ്പൊ അടുത്ത ആരെ സംസാരിച്ചു, അതിനു മുന്നേ നമ്മൾ ആരെ സംസാരിച്ചു, ഫ്രെഡിയെ സംസാരിച്ചു. ബെസ്റ്റ് പെർഫോമേഴ്സ് ആണ് ഇവര്. ഇവരിൽ 1, 2, 3 എന്ന് പറഞ്ഞ നമ്പറിംഗ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോ ഇത്രയാണ് ഞാൻ നല്ല പെർഫോമൻസ് കണ്ടത്. വേറൊരാളും കൂടി ഞാൻ കണ്ടിരുന്നു, ഞാൻ നോക്കട്ടെ. അത് ഞാൻ പിക്ക് ചെയ്യുന്ന ബെസ്റ്റ് പെർഫോമേഴ്സിനെല്ലാം പിക്ക് ചെയ്യുന്നത് ആക്ച്വലി ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോ പറഞ്ഞ പോലെ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തായിരിക്കും, അത് സ്റ്റാറ്റിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമല്ല, എന്താണ് അതിന്റെ പുറകിലുള്ള സൈക്കോളജിയും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് തുറന്ന് സംസാരിച്ച 1-2 പേരാണ്. അവരുടെ ഞാൻ മൈനസ് പ്ലസ് എന്നുള്ള രീതിയിലല്ല ഞാൻ കൂട്ടുന്നത്. അവരുടെ ഓപ്പൺ ആയിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അവർ അടുത്ത മാസം അതുപോലെ തന്നെ കൊണ്ടുപോകുമോ എന്നറിയാനും അത് കണ്ടിന്യൂ ചെയ്യുമോ എന്നറിയാനുമാണ്. ഇപ്പൊ വെറുതെ ചുമ്മാ പറഞ്ഞു പോകുന്നതാണോ എന്നല്ല. അപ്പൊ ആദ്യമായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് ഡെറിനാണ്. ഡെറിൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ഡെറിന്റെ ടോട്ടൽ ട്രേഡ് 30, ടോട്ടൽ വിന്നിംഗ് ട്രേഡ് 10, ടോട്ടൽ ലോസ് ട്രേഡ് 20, വിന്നിംഗ് പെർസെന്റേജ് ഓഫ് ട്രേഡ് 35 പ്ലസ് പക്ഷെ ഗെയിൻ ഓർ ലോസ് പെർസെന്റേജ് ഓഫ് ക്യാപിറ്റൽ 8% ഗെയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കിത് തോന്നുന്നില്ല. എല്ലാം നമ്മുടെ ട്രേഡ് വെച്ചിട്ടാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഇടയിൽ ഡെറിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഞാൻ വരച്ച അല്ലെങ്കിൽ എന്റെ അനാലിസിസ് ബേസ് ചെയ്തിട്ട് എന്ത് ട്രേഡ് എടുത്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ തന്നെയല്ലേ ഡെറിൻ? അപ്പൊ അങ്ങനെയുള്ളത് ഒഴിവാക്കി വിടണം. നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് നിൽക്കുന്നതാണ്. സ്ട്രാറ്റജിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അത് ഒഴിവാക്കിയിട്ടാണ് 8% കിട്ടിയിരിക്കുന്നത് പ്രോഫിറ്റ് ആയത്. അപ്പൊ എന്നോട് പറഞ്ഞ ക്യാപിറ്റല് അല്ല, ഞാൻ ആദ്യത്തെ ആഴ്ച പ്രോഫിറ്റ് ആയിരുന്നു. പിന്നെ ഞാൻ ടോട്ടലി വന്നപ്പോഴത്തേക്കാണ് കുറച്ച് ക്യാപിറ്റൽ പോയത്. പിന്നെ സാറിന്റെ ട്രേഡ് വെച്ചിട്ടാണ് ഞാൻ ക്യാപിറ്റൽ ബിൽഡ് ചെയ്തെടുത്തെന്നാ പറഞ്ഞത്. പിന്നെ എന്റെ പേഴ്സണൽ ട്രേഡിലാണ് കിട്ടിയ പ്രോഫിറ്റിന്റെ ഇത് കുറഞ്ഞത്. അത് ഞാൻ ഇതിൽ മൈനസ് ചെയ്തിട്ടില്ല. അതാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. എനിക്ക് പറ്റിയിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് മന്ത് റിപ്പോർട്ട് ആക്യുറേറ്റ് ആയിരിക്കും. ഇവിടെ ഞാനിത് ചൂസ് ചെയ്യാനുള്ള കാര്യം ലാസ്റ്റ് വേർഡ് തന്നെയായിരുന്നു, ലാസ്റ്റ് സെന്റൻസ് ആയിരുന്നു. നെക്സ്റ്റ് മന്ത് റിപ്പോർട്ട് ആക്യുറേറ്റ് ആയിരിക്കും എന്നുള്ളത് എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. എനിക്കറിയാം ഇത്തവണ കാര്യമായിട്ട് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല. ഞാൻ ഈ തവണ ആദ്യത്തെ മാസത്തിന്റെ ഫസ്റ്റ് ഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവരും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നെക്സ്റ്റ് മന്തിലേക്ക് വരുന്ന സമയത്ത് റിപ്പോർട്ട് പെർഫെക്റ്റ് ആയിരിക്കുക. റിപ്പോർട്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഇതൊക്കെ മാറ്റം വരും,
ഡെഫിനറ്റ്ലി മാറ്റം വരും, നിങ്ങൾക്ക് വരും. ഞാൻ പറയുന്നത് മാറ്റം വരും എന്ന് പറഞ്ഞാൽ മാറ്റം വരും. ഇതുപോലെ തന്നെ ഡിബിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിബിനും പറ്റിയ മിസ്റ്റേക്ക് ഡിബിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത മാസം റിപ്പോർട്ട് പെർഫെക്റ്റ് ആയിട്ട് വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ട്രാക്ക് ചെയ്യുക. ട്രാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം വിന്നിംഗ് പെർസെന്റേജിന്റെ കാര്യം കൂടുന്നത് കാണാം, അല്ലെങ്കിൽ വിന്നിംഗ് പെർസെന്റേജും നിങ്ങളുടെ ക്യാപിറ്റലും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് കാണാം നിങ്ങൾക്ക് പൊസിഷൻ, നിങ്ങളുടെ പൊസിഷൻ എന്നല്ല, നിങ്ങളുടെ പ്രോഫിറ്റ് കുറച്ചധികം അല്ലെങ്കിൽ കുറച്ചീശ ചെറിയ ഇതിൽ ഇവൻച്വലി നിങ്ങൾക്ക് എന്താ കൂടി വരുന്നത് കാണാം. അപ്പൊ അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത് ഇതുപോലെ ഒരു എഴുതി വെക്കാൻ പറയുന്നത്. എല്ലാവരും അത് ചെയ്യാം. അത് ആ ഒറ്റ പർപ്പസ് കൊണ്ടാണ് ഡെറിനെ ഞാൻ പിക്ക് ചെയ്തത്. ഇനി വേറെ അതുപോലെ തന്നെ 1-2 പേര് വേറെ ഇട്ടിട്ടുണ്ട്. ഡെറിന്റെ ഇതിൽ ഞാൻ ടോട്ടൽ ഗെയിനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് പർപ്പസ് എന്തായിരുന്നു, അടുത്ത മാസം മുതൽ ഇത് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ അടുത്ത മാസം ക്യാരി ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പിക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. മനസ്സിലായി സാർ, മനസ്സിലായി. ഓക്കെ, ഇനി ആരാണ്? മറ്റൊരാൾ അതിന്റെ ഇടയിൽ ഞാൻ കാണാതെ പോയിട്ടോ. ആക്ച്വലി അത് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആളറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മുന്നേ സംസാരിച്ച വ്യക്തി തന്നെയാണ്. ഞാൻ ആളുടെയും പിക്ക് ചെയ്യാം ബെസ്റ്റ് പെർഫോമർ എന്നുള്ള രീതിയിലേക്ക്. ഷെല്ലിയാണ്. ഷെല്ലിയെ കുറിച്ച് പലതവണ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഷെല്ലി ഇവിടെ ഉണ്ടോ? ഷെല്ലി വരില്ല എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെല്ലി മന്ത്ലി എടുത്ത ട്രേഡ് ഡീറ്റെയിൽ ആണ്. 71 ട്രേഡ് എടുത്തിട്ടുണ്ട്. അതിൽ 31 സക്സസ് ആയിട്ടുള്ളൂ. 40 ബ്രേക്ക് ഈവൺ അല്ലെങ്കിൽ ലോസ് ആണ്. എന്ന് വെച്ചാൽ 43% ആണ് ഷെല്ലിക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്, വിന്നിംഗ് റേറ്റ് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്, ആള് ഗെയിൻ ചെയ്തിരിക്കുന്നത് 41%, ക്യാപിറ്റലിൽ 41% ഗെയിൻ ചെയ്തിട്ടുണ്ട്. ചെറിയ കാര്യമാണോ? അല്ല, ക്യാപിറ്റൽ വെച്ച് നോക്കുമ്പോൾ ചെറിയ കാര്യമില്ല. അത്യാവശ്യം നല്ല ക്യാപിറ്റലിനെ സംബന്ധിച്ച് അല്ലല്ല, ക്യാപിറ്റൽ വലിയ ക്യാപിറ്റൽ ഉണ്ട് ഷെല്ലിക്ക്, അതെനിക്കറിയാം. വലിയ ക്യാപിറ്റൽ ഉണ്ട് ഷെല്ലിക്ക്. അപ്പൊ അതുകൊണ്ടാണ് 41%. ഇന്നലെ എന്നോട് ആൽവിൻ ചോദിച്ച എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ക്യാപിറ്റൽ കൂടും തോറും നിങ്ങൾക്ക് എന്താണ് റിസ്ക് എടുക്കാനുള്ള സാധ്യതയും കൂടി കൂടുന്നുണ്ട്, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി, സാധ്യത എന്നല്ല ഓപ്പർച്യൂണിറ്റി കൂടി കൂടുന്നുണ്ട്. ഷെല്ലി പക്ഷെ നോക്കിയാൽ കാണാം 71 ട്രേഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ കാര്യമല്ല, 71 ട്രേഡ് എടുത്തിട്ടുണ്ട് ഈ ഒരു മാസം. അതിൽ 31 വിന്നിംഗ് ആണ്, 40 ലോസ് പ്ലസ് ബ്രേക്ക് ഈവൺ ആണ്. അപ്പൊ നമുക്കത് ലോസിലേക്ക് കൂട്ടാം. ബ്രേക്ക് ഈവൺ എന്ന് പറഞ്ഞാൽ ലോസിലേക്ക് കൂട്ടാം. അപ്പോഴും 43% വിന്നിംഗ് റേറ്റ് വന്നിട്ടുള്ളൂ. വിന്നിംഗ് റേറ്റ് എന്നല്ല, വിന്നിംഗ് പെർസെന്റേജ് ഓഫ് ട്രേഡ്സ് വന്നിട്ടുള്ളൂ. ആ 43% വെച്ചിട്ട് 41% ക്യാപിറ്റലിന്റെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കിയേ. അപ്പോ എന്താണ് മനസ്സിലായത്? ഞാൻ അവസാനം എല്ലാവരോടും ചോദിക്കാം. അപ്പൊ ഞാൻ ഷെല്ലിനെ വിട്ടുപോയതാ കേട്ടോ. ഇടയിൽ ഞാൻ വിട്ടുപോയതാ, അല്ലെങ്കിൽ ഞാൻ ഷെല്ലിനെ പിക്ക് ചെയ്താണ്. കാരണം ഞാൻ ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ഷെല്ലിനെ വിട്ടുപോയതാ. 4 പേര് നമുക്ക് ബെസ്റ്റ് പെർഫോമർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓവറോൾ പെർഫോമർ എന്നുള്ള രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ആൽവിനെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് അത് ഒരാൾക്ക് വേണ്ടിയിട്ട് അത് എന്തുകൊണ്ട് ചെയ്തു എന്നുള്ള കാര്യം ഞാൻ അടുത്ത ഇതിൽ ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഇതിന്റെ അവസാനത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഇനിയിപ്പോ അവസാനത്തേക്ക് വെക്കണ്ടല്ലോ. നമ്മളിപ്പോ സംസാരിച്ച എല്ലാം എന്താണ്, ബെസ്റ്റ് പെർഫോമേഴ്സിനെ കുറിച്ചിട്ടാണ് അല്ലെ. നമുക്ക് ഇതിന് ബെസ്റ്റ് പെർഫോമറെ തെരഞ്ഞെടുക്കണോ? ആരെങ്കിലും ഒന്ന് കൈവന്നിച്ചിട്ട് പറയൂ. ബെസ്റ്റ് എന്ന് പറയുമ്പോ ആരൊക്കെ വേണ്ടാന്ന് പറയുന്നുണ്ട്? കൈവന്നിച്ചേ. ഫ്രെഡി വേണ്ടാന്ന് പറഞ്ഞു, അഭിഷേക് വേണ്ടാന്ന് പറഞ്ഞു, ജിതിൻ വേണ്ടാന്ന് പറഞ്ഞു. നമുക്ക് ബെസ്റ്റ് പെർഫോമർ വേണ്ട, പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. കാരണം നമ്മൾ ബെസ്റ്റ് പെർഫോമർ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത ആള് പോലും ഒരു പക്ഷെ അടുത്ത മാസം എന്തായിരിക്കാം, ബെസ്റ്റ് പെർഫോമർ ആയിരിക്കില്ല, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ബെസ്റ്റ് പെർഫോമർ ആയിരിക്കില്ല. നമ്മൾ അവരെ ഇപ്പൊ ജസ്റ്റ് ഒരു ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നിങ്ങൾക്കൊരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ കോൺഫിഡന്റ് കിട്ടാൻ വേണ്ടി അവരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് സംസാരിക്കുന്നത്. നമുക്ക് അതിന്റെ റിയാലിറ്റി കൂടെ തന്നെ പോവാം. ഇവിടെ ഞാൻ ഇനി പറയാം, കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്ക്രീൻഷോട്ടിൽ ഞാൻ പേര് വെക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് അത് ആരാന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ പബ്ലിക്കായിട്ട് കാണിക്കുന്നതുകൊണ്ട് സ്ക്രീൻഷോട്ടിൽ പേര് വെക്കുന്നില്ല. എനിക്ക് അതിന്റെ കാരണം പറഞ്ഞു തരണം, അതിന് മാത്രമാണ് ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുക്കുന്നത്. പേര് ഞാൻ വെക്കുന്നില്ല. ഇതൊരാളല്ല കേട്ടോ, ഇത് നിരവധി ആളുകൾ ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകളുടെ മിസ്റ്റേക്ക് ഞാൻ ഒറ്റ ആള് എഴുതിയിലേക്ക് മാത്രം ചുരുക്കാന്ന് മാത്രം. നിരവധി ആളുകളുടെ മിസ്റ്റേക്ക് ഒറ്റ ആളുകൾക്ക് ചുരുക്കാന്ന് മാത്രം. ആളെ പേര് വെക്കുന്നില്ല. ഞാൻ പേര് വെക്കാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും വേണ്ട, പബ്ലിക്കായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. ജൂലൈ മന്തിലാണ് ടോട്ടൽ ട്രേഡ് 135 ട്രേഡ് എടുത്തിട്ടുണ്ട്. ടോട്ടൽ വിന്നിംഗ് ട്രേഡ് 50-ഉം ടോട്ടൽ ലോസ് ട്രേഡ് 80-ഉം ആണ്. വിന്നിംഗ് പെർസെന്റേജ് ഓഫ് ട്രേഡ് 41% ഉണ്ട്. നോട്ട് ചെയ്യാം, 41% ഉണ്ട്. ടോട്ടൽ ഗെയിൻ ഓർ ലോസ് പെർസെന്റേജ് ഓഫ് ക്യാപിറ്റൽ 125% എന്നാണ് പറയുന്നത്. തന്നെ 125% ലോസ് വന്നു എന്നുള്ള കാര്യം തന്നെ ആള് താഴ്ത്തി ലോസ് ഒക്കേർഡ് വൈൽ ന്യൂസ് ടൈം. 100% ക്യാപിറ്റൽ വാഷ് ഔട്ട് ആൻഡ് അതർ 25% വാസ് റീസെന്റ്ലി ഹാപ്പൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 100%ന്റെ മുകളിൽ എനിക്ക് തോന്നുന്നില്ല ഒരു 25% എങ്ങനെ വന്നത് എന്നുള്ള കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആയിരിക്കും. എനിക്ക് ഈ വ്യക്തിയോട് നിങ്ങളോടൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുന്നേ കണ്ട ഒരു 4+1 5 പേരെ കാര്യമാണ്. ആൽവിൻ എന്തുകൊണ്ട് ഞാൻ തെരഞ്ഞെടുത്തു എന്ന് പറയാൻ കാരണം, വളരെ സ്ട്രിക്റ്റ് ആയ ആൽവിൻ അതിലേക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തത് കൊണ്ടാണ് ആൽവിനെ ഞാൻ തെരഞ്ഞെടുത്തത്.
ബാക്കി 4 പേരുടെ പെർഫോമൻസ് നോക്കിയാൽ കാണാം. ലാസ്റ്റ് കണ്ട പെർഫോമൻസ് ഷെല്ലിയെ നോക്കിയാൽ കാണാം. എത്രയായിരുന്നു? 41% ആയിരുന്നു. എക്സാക്ട്ലി 41% അല്ലേ? അത് 43 41%. എന്നിട്ട് ആ 41% വെച്ചിട്ട് ഷെല്ലി ഉണ്ടാക്കിയ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പ്ലസ് 43%. ഒരുപക്ഷെ ഷെല്ലിയുടെ കയ്യിൽ ഇരിക്കുന്ന ക്യാപിറ്റൽ കൊണ്ടും അതിനെ ബേസ് ചെയ്ത് റിസ്ക് എടുത്തുകൊണ്ടായിരിക്കും 43% കിട്ടിയിട്ടാവുക. ഈ പറഞ്ഞ വ്യക്തിക്ക് ചിലപ്പോൾ അത്ര ഉണ്ടായിരിക്കില്ല. ഒരു $100 എന്നാണ് താഴെ ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ $100 ആയിരിക്കാം, അല്ലെങ്കിൽ അതിന് അടുത്തുള്ള ഡോളറൊക്കെ ആയിരിക്കാം. അപ്പൊ അത്രയും കിട്ടിയെന്ന് വരില്ല. പക്ഷേ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഉണ്ടാവുമ്പോൾ എന്താ, ഒരു ഫ്രീഡം ഉണ്ട്, റിസ്ക് എടുക്കാനുള്ള ഫ്രീഡം ഉണ്ട്. ക്യാപിറ്റൽ ഇല്ലാത്ത സമയത്ത് എന്താണ്, റിസ്ക് എടുക്കാനുള്ള ഫ്രീഡം ഒട്ടുമില്ല. അത് ഈ വ്യക്തിയോടും ഇവിടെ ഇരിക്കുന്ന ആളോടും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. റിസ്ക് എന്തായിരിക്കണം? മോഡറേറ്റ് റിസ്ക് ആയിരിക്കണം. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള റിസ്ക് ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. ട്രേഡ് ചെയ്യുന്ന സമയത്ത് കണ്ണടച്ച് ട്രേഡ് എടുക്കരുത്. ഇവിടെ ഞാൻ എല്ലാവരും പിക്ക് ചെയ്യുന്ന ഞാൻ ലോസുകളുടെ ഒക്കെ പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതേ റീസൺ തന്നെ ആയിരിക്കും. കണ്ണടച്ച് ട്രേഡ് എടുക്കുക, ബ്ലൈൻഡ്ലി ട്രേഡ് എടുക്കുക, മിസ്സിങ് എൻട്രി മിസ് ആവുന്നുള്ള പേടി എടുക്കുക. അങ്ങനെ പല 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 കാരണങ്ങളുണ്ടാവും. പല കാരണങ്ങളെല്ലാം സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും. ഈ പറഞ്ഞ വ്യക്തി നല്ല രീതിയിൽ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ആളാണ്, നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. ഒരു സമയത്ത് ഞാൻ ഈ വ്യക്തിയെ നല്ല ബെസ്റ്റ് പെർഫോമർ എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവന്ന ആളാണ്, അല്ലെങ്കിൽ പറഞ്ഞ ആളാണ്. പക്ഷെ പിന്നോട്ട് പോകുന്നത് എന്താണ്, കോൺഫിഡന്റ് ഇത്തിരി കൂടി, സൈക്കോളജി അപ്പൊ എന്തായി കയ്യിൽ പോയി. ഞാൻ എടുത്ത് പറയുന്ന കുറ്റം പറയുന്നല്ല കേട്ടോ, നിങ്ങൾ നമ്മുടെ എല്ലാവരും എനിക്കും അല്ല സാർ, ഞാൻ പറയട്ടെ. ഇന്നലെ സാർ എനിക്ക് ലോസ് വന്നത്, ഞാൻ ആക്ച്വലി ലോസ് ഇല്ലായിരുന്നു. ഇന്നലെ ഞാൻ രണ്ടെണ്ണം സാർ പറഞ്ഞ പോലെ എനിക്ക് എഗൻസ്റ്റ് ട്രേഡ് പോയി. ഇങ്ങനെ കുറച്ച് ലോസ് വന്നു. കുറച്ച് പൈസ കയ്യിൽ നിന്ന് പോയപ്പോഴത്തേക്കും സൈക്കോളജി പോയി. പിന്നെ വാരി വെച്ചുള്ള ട്രേഡ് ആയിരുന്നു. അത് ഇന്നലെ സംഭവിച്ചത് മുമ്പ്. അപ്പൊ ഇന്ന് ഞാൻ എന്റെ കുറെ പോർഷൻ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഇന്ന് ഏകദേശം എനിക്ക് ക്യാപിറ്റലിന്റെ തിരിച്ചു പിടിച്ചെന്നല്ല പറഞ്ഞത്, ഞാൻ ഇന്നിങ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇന്നലെ ലോസ് സംഭവിച്ചത് എന്താണ്, ഇതേ ഒരു സ്റ്റേജിൽ ലോസ് കഴിഞ്ഞ മാസം സംഭവിച്ചില്ലേ? ന്യൂസ് ടൈമിൽ പോയി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസമല്ലേ, ഈ മാസം തന്നെ. അപ്പൊ എന്താണ് എന്തായാലും സ്റ്റോപ്പ് ലോസ് ഇല്ലാത്തതുകൊണ്ടാണ് അത്രയും വലിയ ഇത് വരുന്നത്. അല്ലെ റിസ്ക് കൂടുതൽ എടുക്കുന്നോണ്ടല്ലേ. ഇന്നലത്തെ കാര്യം എടുക്കുന്നുണ്ട്. ഇന്നലെ കുറച്ച് പ്രൈസ് പോയി സാർ. ഇന്നലെ എല്ലാം കൊണ്ട് ഒരു ഡൗൺ മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. അതുകൊണ്ട് സംഭവിച്ചതാണ്. പക്ഷെ ഇതുവരെ സംഭവിച്ചില്ലായിരുന്നു. ഇന്നലെ വരുന്ന സമയത്ത് ഇന്നലെ ഉണ്ടായിരുന്നോ, ക്ലാസ്സിലുണ്ടായിരുന്നോ? ഞാൻ സാറിന്റെ റെക്കോർഡിംഗ് വീഡിയോ കേട്ടായിരുന്നു. ഷൈജലിനോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ എന്തായാലും റിപ്പീറ്റ് ചെയ്യുന്നില്ല, നമ്മുടെ അനാലിസിസ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഞാൻ അവസാനം സംസാരിക്കട്ടെ. അനാലിസിസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അവസാനം സംസാരിക്കാം. ഇരിക്കുന്ന എല്ലാവർക്കും കൂടിയിട്ടാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് റീസൺ ഉണ്ടാവാൻ, സ്വയം റീസൺ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് സ്വയം റീസൺ ഉണ്ടാക്കാനും. പക്ഷെ ആ റീസൺ എന്തായിരിക്കണം, നിങ്ങളുടെ തീരുമാനത്തിന്റെ അപ്പുറത്തേക്ക് പോകരുത്. പറഞ്ഞു മനസ്സിലായോ? റീസൺ ഒരു ലോജിക്ക് ഉണ്ടായിരിക്കണം. ലോജിക്ക് ഇല്ലാത്ത തരത്തിൽ, ഉദാഹരണത്തിന് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരിക്കില്ല, അതുകൊണ്ടാണ് വലിയത് വന്നത്. അല്ലെങ്കിൽ ഓവർ ട്രേഡിങ്ങിന് ഓവർ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടായിരിക്കും, ആവറേജിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, അങ്ങനെ പലതും ചെയ്തിട്ടുണ്ടായിരിക്കാം. ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷെ നിങ്ങളിൽ ഇരിക്കുന്ന പലരും അത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ വ്യക്തി അത് ചെയ്യില്ലെങ്കിലും നിങ്ങളിൽ ഇരിക്കുന്ന പലരും അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തീരുമാനം എടുക്കാനുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് എല്ലാവരോടും വീക്കിലി പെർഫോമൻസ്, വീക്കിലി എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ വീക്കിലി ഒബ്ജക്റ്റീവ്സ് എഴുതിയിടാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡേ നിങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ളതാണ്. അടുത്ത മാസം എന്തായിരിക്കണം, അടുത്ത മാസം വലിയ പ്രോഫിറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ചെറിയൊരു പ്രോഫിറ്റ് എങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതെങ്ങനെയായിരിക്കണം, അതൊരു സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടായിരിക്കണം. ആ സ്ട്രാറ്റജിയെ മാത്രമേ മുറുകെ പിടിക്കുള്ളൂ. ഓവർ ട്രേഡിംഗ് ഉണ്ടായിരിക്കില്ല, ഇമോഷൻ ട്രേഡിംഗ് ഉണ്ടായിരിക്കില്ല, ഓവറായിട്ട് ക്വാണ്ടിറ്റി എടുക്കില്ല, അതുപോലെ തോന്നിയ സമയത്ത് ട്രേഡ് ചെയ്യില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കണം. ഈ മാസം ഇന്ന് എടുക്കണം. കാരണം നാളെ മുതൽ പുതിയൊരു ദിവസം തുടങ്ങാണ്. ഈ മാസം 10% മുകളിൽ അച്ചീവ് ചെയ്തിരിക്കുന്ന ആളുകൾ ആകെ 4 പേരാണ് ഞാൻ കണ്ടത്. ഒരാള് 10% അടുത്താണ്, ബാക്കിയുള്ളത് 3 പേരും നോക്കിയാൽ കാണാം വലിയ ശതമാനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 35% മുകളിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കിയുള്ളത് ആളുകളൊക്കെ 10% താഴെയാണ് വന്നിരിക്കുന്നത്. 10% താഴെ വന്നതും പോരാ, 10% താഴെ ലോസ് വന്ന ആളുകളുണ്ട്. 10-15% താഴെ ലോസ് വന്ന ആളുകളുണ്ട്. അപ്പൊ അവര് തന്നെ ഒന്നും കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് മുന്നിൽ അടുക്കുന്ന 4 ആള് അല്ലെങ്കിൽ 5 ആള് നിങ്ങൾക്കൊരു ഉദാഹരണമാണ്. എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളൂ, എങ്ങനെ ഒരു സിസ്റ്റത്തിൽ ബിലീവ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു വലിയൊരു ഉദാഹരണമാണ്. നമുക്ക് ഇതോടുകൂടി അവസാനിപ്പിക്കല്ലേ? നമുക്ക് കൂടുതൽ സ്ക്രീൻഷോട്ട് പിക്ക് ചെയ്യണം. സ്വയം ആരെങ്കിലും പിക്ക് ചെയ്യണമെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ?
എനിക്ക് എന്റെ സ്ക്രീൻഷോട്ട് പിക്ക് ചെയ്തിട്ട് സംസാരിക്കണം എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു, ഞാനത് പിക്ക് ചെയ്യാം. നിങ്ങൾ ഒരു 10% താഴെ ഇരിക്കുന്ന ആളുകളെ ഞാൻ പിക്ക് ചെയ്യാത്തതാണ്. മുകളിലുള്ള ആളുകളുണ്ടെങ്കിൽ ഞാൻ പിക്ക് ചെയ്തേനെ. പക്ഷെ നിങ്ങൾ പുറകിലല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ സംഭവിക്കുന്നതാണ്, എല്ലാം സംഭവിക്കുന്നതാണ് മാർക്കറ്റിൽ. ഡെഫിനറ്റ്ലി സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അത് ഒരു പ്രോസസ്സിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നു. കടന്നുപോയി നിങ്ങൾ അതിനുള്ള ഊർജം സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. വൺസ് ആ ഒരു ഊർജം എന്ത് ചെയ്യും, ആ ഒരു ഊർജം കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താവും, പ്രോഫിറ്റിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെ ഇത്തിരി കഷ്ടപ്പെടുക, നിങ്ങൾ ഫോക്കസ് ആവുക. അപ്പൊ ഞാൻ ആരെയും പിക്ക് ചെയ്യുന്നില്ല, ഇനി ആരുടെയും പിക്ക് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആർക്കും വിഷമം വരണ്ട. ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ പിക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാവരുടെയും പിക്ക് ചെയ്യണം. പക്ഷെ നിങ്ങൾ ശ്രമിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ട് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നല്ല പ്രോഫിറ്റ് വരുന്ന സമയത്ത്, വലിയ ഫിഗേഴ്സ് വരുന്ന സമയത്ത് എന്തുണ്ടാവും, നമ്മൾ അതിനനുസരിച്ച് ഇതുപോലെ തന്നെ നിങ്ങളും ബെസ്റ്റ് പെർഫോമർ എന്നുള്ള രീതിയിലേക്ക് വരും. പക്ഷെ ബെസ്റ്റ് പെർഫോമർ എന്നുള്ള രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഓവർ ട്രേഡോ അല്ലെങ്കിൽ പേഴ്സണലോ ആയിട്ട് നിങ്ങൾ എന്താ നേരത്തെ പറഞ്ഞ ഇമോഷണൽ ട്രേഡോ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഒരു സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അനാലിസിസ് അവസാനിപ്പിക്കാം.